മമ്മൂട്ടിയും ഒരുമിച്ച് സ്ക്രീനിൽ വീണ്ടും കാണാൻ കഴിയുക എന്നത് ഏതൊരു മലയാളി സിനിമാ പ്രേമിയുടെയും സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് ഇനി അധികം ദൂരമില്ല എന്നുകൂടി അറിഞ്ഞതോടെ ഇരട്ടി ത്രില്ലാണ് ആരാധകർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 80 കോടിയോളം രൂപയായിരിക്കും എന്നാണ് പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മലയാളത്തിന്റെ താരരാജാക്കന്മാർ ഒന്നിക്കുന്നത് വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് വേണ്ടിയെന്ന് ചുരുക്കം. ലണ്ടൻ, ശ്രീലങ്ക, ഹൈദരാബാദ്, ഡൽഹി, കൊച്ചി എന്നിവിടങ്ങളിലായിരിക്കും ഈ സിനിമയുടെ ചിത്രീകരണം നടക്കുക എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി, ആശീർവാദ് സിനിമാസ് എന്നിവ സംയുക്തമായിട്ടാണ് സിനിമ നിർമ്മിക്കുന്നത് എന്നും റിപ്പോർട്ടുണ്ട്. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരാണ് ചിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. മമ്മൂട്ടി കമ്പനിക്ക് കൈകൊടുത്ത് ആശീർവാദ് സിനിമാസ് എന്ന ക്യാപ്ഷനോടെയാണ് ആന്റണി പെരുമ്പാവൂർ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നത്. 11 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നത്. അത് വെറുതെ ആകില്ല എന്നുറപ്പിക്കാൻ മഹേഷ് നാരായണൻ എന്ന പേര് കൂടിയാണ് കാരണമാവുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ സംവിധായകൻ മഹേഷ് നാരായണനോടൊപ്പം നിർമ്മാതാക്കളായ ആൻഡോ ജോസഫ്, CV സാരഥി, MP യാദവിനി ഗുണവർദ്ധന തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. മമ്മൂട്ടിയുടെ സിനിമാ ജീവിതം 50 വർഷങ്ങൾ പിന്നിട്ട സമയത്ത് മോഹൻലാൽ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിൽ 55 അവിസ്മരണീയമായ സിനിമകളിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നെഴുതിയിരുന്നു. അക്കൂട്ടത്തിലേക്കാണ് പുതിയൊരു സിനിമ കൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയധികം സിനിമകളിൽ ഒരുമിച്ച് സ്ക്രീൻ പങ്കിടാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്നും ഇനിയും ഇത്തരത്തിൽ നിരവധി സിനിമകൾക്കായാണ് കാത്തിരിക്കുന്നത് എന്നുമായിരുന്നു മമ്മൂട്ടിയെ കെട്ടിപ്പിടിച്ച് മുത്തമിടുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ അന്ന് കുറിച്ചത്. അന്നത്തെ ആ ആഗ്രഹം നിറവേറുകയാണിപ്പോൾ. 2013 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിൽ മോഹൻലാൽ അദ്ദേഹമായി തന്നെ അതിഥി വേഷത്തിലെത്തിയിരുന്നു. പക്ഷെ തുല്യ പ്രാധാന്യമുള്ള റോളിൽ അവസാനമായി ഇരുവരും എത്തിയത് ജോഷി ചിത്രം 2020ലാണ്. നിരവധി സിനിമകളാണ് മമ്മൂട്ടിയുടേതായും മോഹൻലാലിന്റേതായും അണിയറയിൽ ഒരുങ്ങുന്നത്. അതിൽ മോഹൻലാലിന്റെ ഏറ്റവും പ്രധാന ചിത്രം എമ്പുരാൻ തന്നെയാണ്. മലയാള സിനിമയിൽ നിലവിൽ ഏറ്റവും ഹൈപ്പ് ലഭിച്ചിട്ടുള്ള, പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമകളിലൊന്ന് എമ്പുരാനാണ്. വിവിധ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന ചിത്രമാണ് എമ്പുരാൻ. അതുപോലെ മോഹൻലാലിന്റെ 360ാമത്തെ സിനിമയുടെ ചിത്രീകരണവും പുരോഗമിക്കുകയാണ്. L360 എന്നാണ് സിനിമയ്ക്ക് താൽക്കാലികമായി പേര് നൽകിയിട്ടുള്ളത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ നിർമ്മാണം രജപുത്രയാണ്. ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്ന കഥാപാത്രം പത്തനംതിട്ട ജില്ല റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറായിട്ടാണ് എത്തുന്നത്. ചിത്രത്തിന്റെ മറ്റൊരു വലിയ ആകർഷണം നടി ശോഭനയാണ്. 15 വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്ന ചിത്രമാണിത്. മോഹൻലാൽ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭയും ഒരുങ്ങുന്നുണ്ട്. ചിത്രത്തിലെ മോഹൻലാൽ കഥാപാത്രത്തിന്റെ ലുക്ക് ശ്രദ്ധേയമായിരുന്നു. തെലുങ്കിലും മലയാളത്തിലുമായിട്ടാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലും മൊഴിമാറ്റം ചെയ്യും. മോഹൻലാൽ നടനിൽ നിന്ന് സംവിധായകനിലേക്ക് കടക്കുന്ന 3D ചിത്രം ബറോസും പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണ്. റംബാൻ എന്നൊരു സിനിമ കൂടി മോഹൻലാലിന്റേതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജോഷി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് നടൻ ചെമ്പൻ വിനോദ് ജോസ് ആണ്. മോഹൻലാൽ ആരാധകർ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം റാമാണ്. സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതുപോലെ വ്യത്യസ്തവും പുതുമയുള്ളതുമായ മമ്മൂട്ടി ചിത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുകയാണ്. ബസൂക്കയാണ് ആരാധകർ കാത്തിരിക്കുന്ന ഒരു ചിത്രം. സംവിധാനം ഡിനു ഡെന്നിസ് ആണ്. നിസാം ബഷീറിന്റെ പുതിയ സിനിമയും മമ്മൂട്ടി ചെയ്യുമെന്ന സൂചനകളുണ്ട്.